അൻവറിനെ കാണാം. ആ കൂടെ ഒന്ന് ഇൻട്രസ്റ്റ് കൊടുക്കാനുണ്ടായിരുന്നു. ഫോണൊന്നും കളയുക, തിരക്കൂട്ടണ്ട. ഫോണൊന്നും നിങ്ങളെ കമ്പനി വാങ്ങിത്തരൂല. ഓ സിയാദിനെ വിളിച്ചോണ്ട് വരാമെന്ന്. ഹലോ, വണ്ടി തിരിച്ചൊക്കെ ഓടി. ഹലോ ഓക്കെ അല്ലേ? ഇപ്പം സ്കൂട്ടനിക്ക് വന്നിരിക്കുകയാണ്. എന്താണ് സാഹചര്യം? ഇല്ല, സ്ക്രൂട്ടിനിക്ക് എൻ്റെ 2011 തൊട്ട് 6ാമത്തെ ഇലക്ഷനാണ്. ഞാൻ ആദ്യമായിട്ടാണ് സ്ക്രൂട്ടിനിക്ക് വരുന്നത്. ഒന്നുമില്ല, ഒന്ന് വന്നേ ഉള്ളൂ. എല്ലാം ഒറ്റക്കെട്ടാണല്ലോ, ഞാൻ ഒറ്റക്കല്ലേ. അപ്പം അതിലൊന്നും ശ്രദ്ധ ഉണ്ടാവുക, പലതും മാനിപ്പുലേറ്റ് ചെയ്യുന്ന നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പം അങ്ങനെ വല്ല സാധ്യതകളും ഞാൻ സ്വയം അങ്ങനെ തോന്നൽ ഇന്ന് രാവിലെ വന്നതാ, അതിൻ്റെ അടിസ്ഥാനത്ത് വന്നു. ഒരു അട്ടിമറി അങ്ങനെ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇല്ല, സ്വാഭാവികമായിട്ട് എന്തും അട്ടിമറിക്കാൻ കഴിയല്ലോ. എല്ലാവരും ഒന്നാകുമ്പോൾ അങ്ങനെയാണല്ലോ. അങ്ങനെയാണ്. ഇപ്പം ഇന്നലെ നാമനിർദ്ദേശപത്രിക സമർപ്പിച്ചു. ആ ദിവസം കിട്ടുന്നൊരു ഇമ്പാക്ട് എന്താണ്? ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ ഒരു ഇമ്പാക്ട് ആണ് ജനങ്ങൾ? അല്ല, ഞാൻ ഫ്രീ ആണല്ലോ, കണ്ടില്ലേ? ഞാൻ ഇന്നലെ വൈകുന്നേരം വീട്ടിൽ പോയാ. ഞാൻ ഇന്നും ഫ്രീ ആണ്. ഞാൻ നാളെയും ഫ്രീ ആണ്, മറ്റന്നാളും ഫ്രീ ആണ്. എനിക്കിനി നിലമ്പൂരിലെ ജനങ്ങളോട് കൂടുതലൊന്നും പറയണ്ട. അവർക്കെല്ലാം അറിയാം, അവർക്ക് എന്നെ അറിയാം. ജനങ്ങളാണോ വലുത്? അല്ല, ചില എന്താ പറയാ, ഞങ്ങളാണ് വലുത്, ഞങ്ങൾ പറയുന്നത് നടക്കുമെന്ന് പറയുന്നവരാണ് വലുത് എന്ന് ജനങ്ങൾ തീരുമാനിക്കട്ടെ. ഇന്നലെ വി പ്രകാശിന്റെ വീട്ടിൽ സന്ദർശിച്ചിരുന്നു. അതിനുശേഷം കുടുംബത്തിൽ ഒരു പ്രചരണം നടത്തി. അവർ ഇപ്പോഴും കോൺഗ്രസ് പാർട്ടിക്കൊപ്പമാണ്. അദ്ദേഹത്തിനെ പുതപ്പിച്ചത് അവസാനം കോൺഗ്രസ് പതാകയാണ്. അപ്പോൾ അവർ 2016 കോൺഗ്രസ് ആണ്, 2021 ഇപ്പോഴും കോൺഗ്രസ്, അതിന് മുമ്പ് കോൺഗ്രസ് ആണ്. അതിനെന്താ കുഴപ്പം? അതുകൊണ്ടെന്താ കുഴപ്പം? അതുകൊണ്ടൊരു കുഴപ്പമില്ലല്ലോ. അവരും ഞാൻ ഈ പറഞ്ഞ ജനത്തിൽപ്പെട്ടതാണ്. ഞാൻ ജനങ്ങളോടൊപ്പമാണ്, ആ ജനങ്ങൾ തീരുമാനിക്കുന്നതാണ്. അവരും ആ ജനത്തിൽപ്പെട്ടതാണ്. അത്രയേറെ കുറിച്ച് പറയാനുള്ളൂ. ഓക്കെ, എടുക്കുന്നുണ്ടാവും, അത് കുഴപ്പമില്ല. ഇതൊന്നും അവിടെ വിഷയമല്ല. അവിടെ ഞാൻ ഉയർത്തിയ വിഷയങ്ങൾ, മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ, അജിത് കുമാറും ADGP അജിത് കുമാറും സുജിത് ദാസുമായി ഉണ്ടായ പ്രശ്നങ്ങൾ, സുജിത് ദാസ് ഈ മലപ്പുറം ജില്ലയിലെ പാവപ്പെട്ട മനുഷ്യർക്ക് ഉണ്ടാക്കിയ പ്രയാസങ്ങൾ, 1.25 ലക്ഷം സാധാരണക്കാർ പാസ്പോർട്ട് എടുക്കാൻ കഴിയാതെ, പാസ്പോർട്ട് പുതുക്കാൻ കഴിയാതെ, തൊഴിൽ രഹിതരായി, കടക്കണിയിലായി, വീട് ജപ്തി ചെയ്യപ്പെട്ട ലക്ഷക്കണക്കിന് ആളുകൾ. ഇപ്പോൾ വലിയ രീതിയിൽ അവിടെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന നേതാക്കന്മാർ ജപ്തിയുടെ മൂർത്തീഭാവമാണ് നിലമ്പൂരിലാണ്. അപ്പോൾ എല്ലാവരും കർഷകരാണ്. അവിടെ ലോൺ എടുത്ത 60-70% ആളുകളും ജപ്തി ഭീഷണിയിലാണ്. ഈ പറയുന്ന സ്ഥാനാർത്ഥിയുടെ ബാങ്കാണ് ഏറ്റവും കൂടുതൽ ലോൺ കൊടുത്തിട്ടുള്ളത്. നിലമ്പൂർ മണ്ഡലത്തിലെ ചെറുകിട വീടുകൾ ജപ്തി ചെയ്തത് മുഴുവൻ ഈ ആര്യാടൻ ഷൗക്കത്ത് പ്രസിഡന്റായിട്ടുള്ള ബാങ്കാണ്. അദ്ദേഹത്തിന്റെ കാല് പിടിച്ച് കരഞ്ഞ ഒരുപാട് കർഷകരവിടെ ഉണ്ട്. അവരൊക്കെ രംഗത്തുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല. മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് ഒരു വീട് പോലും ഇനി ജപ്തി ചെയ്യില്ല എന്ന്. ഞാൻ സഭയിൽ ഇരിക്കുന്ന സമയത്ത് പറഞ്ഞ എത്ര വീടാ ജപ്തി ചെയ്യുന്നത്? മുഖ്യമന്ത്രി ഇന്നലെ വഞ്ചകൻ എന്ന് പറഞ്ഞു. ഞാൻ വൈകിട്ട് മറുപടി പറയുന്നുണ്ട്. ആരൊക്കെ വഞ്ചിച്ചു എന്ന് നമുക്ക് കാണാം. ഓക്കെ, ഞാൻ UDF-ഉം LDF-ഉം ഒന്നുമില്ല. ഞാൻ ജനങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ജനങ്ങൾ തീരുമാനിക്കും. ഓക്കെ, നമസ്കാരം. എന്തുണ്ട്? ഞാൻ Jam June Hypermarket, exceeding expectations.